നമസ്തേ, എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, വാസ്തു, ഫെങ്ഷുയി ഇങ്ങനെയുള്ള നിഗൂഢശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികളുടെ പ്രത്യേകത, അവർ പ്രധാനമായും വിശ്വാസപ്രകാരം കുജൻ എന്നാൽ ചൊവ്വ എന്ന ഗ്രഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇവർക്ക് സപ്പോർട്ടിങ് കളർ തന്നെ ചുവപ്പ്, റെഡ്, എനി ഷെയ്ഡ് ഓഫ് റെഡ്. ഇവർ 9-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ ഏറ്റവും സപ്പോർട്ടിങ് ആയിരിക്കും. 9, 18, 27 തീയതികളിലാണെങ്കിൽ, കാരണം അവരുടെ ലക്കി നമ്പർ 9 ആണ്. 18-ാം തീയതി ജനിച്ചവർക്ക് 1+8 9 27-ാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ 2+7 അത് 9. അതിൻ്റെ പേരിൽ ഇവർക്ക് ആയുധം, ഈ അഗ്നി മുഖാന്തരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആയുധം എന്നാൽ ഒരു വാഹന അപകടത്തിനൊക്കെ ഇവർക്ക് സാധ്യതയുണ്ട്. മിക്കവാറും ഈ 9 അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വാഹനം അതിവേഗതയിൽ ഓടിക്കുവാനുള്ള പ്രവണത കാണാറുണ്ട്. അത് മുഖാന്തരം ദുരിതവും കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെയേറെ ഇഷ്ടമാണ്. കാണുവാൻ അത്ര വലിയ സൗന്ദര്യം പറയുന്നില്ലെങ്കിലും കായികമായിട്ട്, ശാരീരികമായിട്ട് അല്പം ബലം ഉള്ളവരാണ്. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആരുടെയും സിമ്പതിയും വേണ്ടവർക്ക്. ഒരു കാര്യം ഏൽപ്പിച്ചാലോ പരിപൂർണമായിട്ടും കൃത്യനിർവഹണം എന്നുള്ളത് ഇവരിലുണ്ട് എപ്പോഴും. പിന്നെ കുടുംബജീവിതം അത്ര സുഖകരമൊന്നുമല്ല. ഈ ഫ്രിക്ഷൻസ്, കലാപം ഉള്ള സാധ്യതയാണ്. ഇനി ഇവർ ഫ്ലാറ്റ്, അതായത് ഫ്ലാറ്റ് നമ്പർ 9 വരുന്നത് കൂട്ടിക്കിട്ടുമ്പോൾ 9 കിട്ടിയാൽ മതി. ഫ്ലാറ്റ് നമ്പർ 18 ആണല്ലോ അത്. അങ്ങനെയുള്ള വീടുകളിൽ താമസിച്ചാൽ കുടുംബജീവിതം ഉള്ളവരാണല്ലേ, ഭാര്യയുമായിട്ടൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ കലാപത്തിന് സാധ്യതകളേറെയാണ്. നിങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് മാറണം. ഇനി നിങ്ങൾ ഇപ്പം ഇവിടെ വിദേശത്തല്ല എങ്കിൽ അവിടെ വീട്ടുപേരിലാണല്ലോ അറിയപ്പെടുന്നത്. വീട്ടുപേര് കണക്ക് കൂട്ടി വരുമ്പോൾ ടോട്ടൽ 9 ആണെങ്കിൽ അതും നിങ്ങൾക്ക് അത്ര സുഖകരമായില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നെ വിളിച്ച് ചോദിക്കൂ. താങ്ക് യു. കാര്യങ്ങൾ പറയാം.